2016 വിജയിച്ച 5 മന്ത്രിമാർ ഉൾപ്പെടെ 22 സിറ്റിംഗ് എംഎൽഎമാരെയാണ് 2 ടേം പൂർത്തിയാക്കിയെന്ന കാരണത്താൽ CPM 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ആ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ അധികം നേടി LDF വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ മൂന്നാം വട്ടവും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന CPMന് ഇത്തവണ 2 ടേം നിബന്ധന കർശനമാക്കേണ്ടെന്ന നിലപാടാണ്. 75 സീറ്റിലാണ് 2021 CPM മത്സരിച്ചത്. 62 സീറ്റിലും വിജയിക്കുകയും ചെയ്തു. 62 പേരിൽ 2 ടേം പിന്നിട്ട 23 MLAമാരാണ് ഇത്തവണ മാറി നിൽക്കേണ്ടി വരിക. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകിയാലും ശേഷിക്കുന്ന 22 സിറ്റിംഗ് MLAമാർക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഈ സിറ്റിംഗ് സീറ്റുകളിൽ എത്ര എണ്ണം നിലനിർത്താൻ കഴിയുമെന്ന ചർച്ചയിലാണ് 2 ടേം നിബന്ധനയിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ CPM തയ്യാറാകുന്നത്. എന്നാൽ രണ്ടാം ടീമിന്റെ പേരിൽ അല്ലെങ്കിലും ചിലരെ CPM മാറ്റി പരീക്ഷിക്കും. ചുരുക്കത്തിൽ ജയം ഉറപ്പുള്ളിടത്തും അട്ടിമറി പ്രതീക്ഷിക്കുന്നിടത്തും CPM സ്ഥാനാർത്ഥികളെ ഇളക്കി പ്രതിഷ്ഠിക്കും. അല്ലാതെ 2 തവണ ജയിച്ചു വന്നതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ഇനി 2 ടേം പൂർത്തിയാക്കിയ MLAമാരും മത്സരരംഗത്ത് തുടരാൻ സാധ്യതയുള്ളവരും ആരെന്നാണ് നോക്കേണ്ടത്. 23 MLAമാർ 2 ടേം പിന്നിട്ടുണ്ട്. അതിൽ ഇളവ് മുഖ്യമന്ത്രിക്ക് മാത്രമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ അത് മാറുന്നു എന്നുള്ളതാണ് CPMന്റെ നിലപാട് മാറ്റം. ആദ്യം കാസർഗോഡ് ജില്ലയാണ് നമുക്ക് നോക്കേണ്ടത്. കാസർഗോഡ് ജില്ലയിൽ 2 സിറ്റിംഗ് സീറ്റാണ് CPMനുള്ളത്. ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ M രാജഗോപാലും. ഇതിൽ രാജഗോപാലാണ് 2 ടേം പൂർത്തിയാക്കിയത്. വിജയസാധ്യത പരിഗണിച്ച് അദ്ദേഹം തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ 7 സിറ്റിംഗ് സീറ്റുള്ളതിൽ ധർമ്മടത്ത് പിണറായി വിജയനും മട്ടന്നൂരിൽ KK ശൈലജയുമാണ് മൂന്നാം വട്ട മത്സരത്തിന് ഒരുങ്ങുന്നത്. പിണറായിക്ക് പാർട്ടി ഇളവ് നൽകി കഴിഞ്ഞു. വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് KK ശൈലജയും മത്സരിച്ചേക്കും. ഇനിയും കണ്ണൂർ കഴിഞ്ഞാൽ അടുത്ത ജില്ല വരുന്നത് വയനാടാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടിയാണ്. ആ മാനന്തവാടിയിൽ OR കേളു 2 വട്ടം ജയിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ മന്ത്രിയുമാണ്. അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നുള്ള വിലയിരുത്തലാണ് വന്നിട്ടുള്ളത്. ആദ്യ തവണ 1000-ന് താഴെ ഭൂരിപക്ഷത്തിന് ജയിച്ച കേളു രണ്ടാം തവണ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. അതിനാൽ അവിടെയും മാറ്റം ഉണ്ടാകില്ല. ഇനിയും അടുത്തത് കോഴിക്കോട് ജില്ല നോക്കാം. കോഴിക്കോട് പേരാമ്പ്രയിൽ MLA TP രാമകൃഷ്ണൻ, അദ്ദേഹത്തിന് മാത്രമാണ് രണ്ടാം ഊഴം ഇത്തവണയുള്ളത്. രണ്ടാം ഊഴം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും മുന്നണി കൺവീനറായ അദ്ദേഹം സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ളതാണ്. പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. അടുത്ത ജില്ലയാകട്ടെ മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാകട്ടെ രണ്ടാം ഊഴക്കാർ ആരുമില്ല. അവിടെ അതുകൊണ്ട് തന്നെ അത്തരമൊരു തർക്കം വരുന്നുമില്ല. ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ രണ്ടാം ഊഴം നടപ്പാക്കും. 8 സിറ്റിംഗ് സീറ്റിൽ നെന്മാറ MLA K ബാബു, ആലത്തൂർ MLA KD പ്രസേനൻ എന്നിവരാണ് 2 ടേം കഴിഞ്ഞിട്ടുള്ളത്. വിജയസാധ്യതയുള്ള ഈ 2 സീറ്റിലും പുതുമുഖങ്ങൾ വന്നേക്കും. അങ്ങനെ രണ്ടാം ടൈം കൃത്യമായിട്ട് പാലക്കാട് മാത്രമായിരിക്കും നടപ്പാവുക. അടുത്ത ജില്ല നോക്കാം. തൃശ്ശൂരാണ്. തൃശ്ശൂർ മണലൂര് മുരളി പെരുന്നള്ളിയാണ്. മുരളി പെരുന്നള്ളി 2 ടൈം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ മാറ്റമുണ്ടാകും. വിജയസാധ്യത ഉറപ്പിക്കുന്ന മറ്റൊരാളായിരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണലൂരിൽ വരിക. ഇനിയും എറണാകുളം നോക്കാം. എറണാകുളത്ത് വിജയസാധ്യത പരിഗണിക്കും എന്ന് മാത്രമാണ് അറിയുന്നത്. അവിടെ കൊച്ചിയിലും കോതമംഗലത്തെയും 2 സിറ്റിംഗ് സീറ്റുകളാണ് 2 ടേം കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് മാറ്റമുണ്ടാകില്ല. വിജയസാധ്യത പരിഗണിച്ച് ഇവർ മത്സരിക്കും. പിന്നെ ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ഉടുമ്പൻചോല MLA MM മണിയാണ് മൂന്നാം അംഗത്തിന് ഇറങ്ങേണ്ടത്. എന്നാൽ മൂന്നാം വട്ട മത്സരത്തിന് MM മണി ഇറങ്ങില്ല എന്നുള്ളതാണ് വിവരം. പകരം പുതുമുഖമായിരിക്കും അവിടെയും മത്സരിക്കുക. അത് കഴിഞ്ഞാൽ കോട്ടയത്താണ്. കോട്ടയത്ത് രണ്ടാം ടേം പിന്നിട്ടവരില്ല. 6 സിറ്റിംഗ് സീറ്റുള്ള ആലപ്പുഴയിലാണ് അടുത്ത നിലപാട് മാറ്റം വരുന്നത്. അവിടെ കായംകുളം MLA U പ്രതിഭയെ മൂന്നാം അംഗത്തിന് ഇറക്കിയേക്കില്ല. എന്നാൽ രണ്ടാം ഊഴ നയം ഇവിടെ നടപ്പാക്കുന്നു. ചെങ്ങന്നൂരിലെ സജി ചെറിയാന് ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതിൻ്റെ ആനുകൂല്യത്തിൽ വീണ്ടും തുടരാൻ സാധിക്കും. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആറന്മുളയിൽ വീണ ജോർജാണ് 2 ടേം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ വിജയസാധ്യത പരിഗണിച്ച് വീണ ജോർജ് വീണ്ടും തുടരും എന്നുള്ളതാണ്. വീണ ഇപ്പോൾ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ വീണ ജോർജിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കും. അടുത്തത് കൊല്ലത്താണ്. കൊല്ലത്ത് M മുകേഷാണ് 2 ടേം ബാധകമാകുന്ന MLA. എന്നാൽ ഇരുവരും MLA M നൗഷാദ് വീണ്ടും അവസരം ലഭിക്കും. മുകേഷിന് അവസരം ഉണ്ടാകുകയും ചെയ്യില്ല. അത് ഒടുവിലായിട്ട് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മളെത്തുമ്പോൾ അവിടെ പാറശാലയിൽ CK ഹരീന്ദ്രൻ, അവിടെ തിരുവനന്തപുരം ജില്ലയിൽ 10 സിറ്റിംഗ് MLAമാരുള്ളത്. അവരിൽ 6 പേര് രണ്ടാം ടൈമിലേക്ക് എത്തുന്നു. 6 പേർ രണ്ടാം ടൈം പിന്നിട്ടവരാണ്. അതുകൊണ്ട് മൂന്നാം ടൈമിൽ ഇവർ എത്ര പേര് മത്സരിക്കും നോക്കുമ്പോഴാണ് പാറശാലയിൽ നമ്മൾ MLA CK ഹരീന്ദ്രന് അദ്ദേഹം
തുടരും എന്നുള്ളതാണ്. സി കെ ഹരീന്ദ്രൻ അവിടെ മത്സരിക്കും. അദ്ദേഹത്തിന് ഇത് മാറ്റമാകില്ല എന്നാണ്. തിരുവനന്തപുരത്ത് അടുത്തത് കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ IB സതീഷ് അദ്ദേഹം വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തിന് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിക്കേണ്ടത്. അദ്ദേഹത്തിന് 2 ഊഴം കഴിഞ്ഞതാണ്, എങ്കിലും അദ്ദേഹവും തുടരും. അതോടൊപ്പം തന്നെ വാമനപുരത്ത് DK മുരളിയും വീണ്ടും മത്സരിക്കുന്നു. ഒപ്പം വർക്കലയിൽ വി ജോയ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് വി ജോയ് വീണ്ടും വർക്കലയിൽ മത്സരിക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയാണ് K ആൻസലിൻ മാത്രമാണ് 2ാം വട്ട ടേം ഒരുപക്ഷെ നടപ്പാക്കുക. അതോടൊപ്പം തന്നെ ആൻസലിന് പകരം വേറെ പുതുമുഖമായിരിക്കും നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുക. അങ്ങനെ 2 വട്ടം തുടർച്ചയായി ജയിച്ച 23 CPM MLA-മാരിൽ 8 MLA-മാരുടെ കാര്യത്തിൽ മാത്രമാകും ചർച്ചയുണ്ടാവുക. അതനുസരിച്ചുള്ള നിലപാട് മാറ്റമാണ് CPM ഇനി നടപ്പാക്കാൻ പോകുന്നത്.